ചേരി താമസക്കാരുടെ അടിയന്തര ശ്രദ്ധയ്ക്ക് കളക്ടറേറ്റിൽ നിന്നുള്ള ഉത്തരവ്. കഴിഞ്ഞ 10 വർഷമായി നടവരമ്പത്ത് നാരായണ മേനോന്റെ മകൻ ഉണ്ണികൃഷ്ണ മേനോന്റെ സ്ഥലം കയ്യേറി അതിൽ കുടിയേറി പാർക്കുന്ന ആളുകൾ ഈ അറിയിപ്പ് കിട്ടി 10 ദിവസത്തിനകം ഒഴിഞ്ഞു പോകേണ്ടതാണ്. അല്ലെങ്കിൽ അനന്തര നടപടികൾ കൈക്കൊണ്ട് പ്രസ്തുത സ്ഥലം ഒഴിപ്പിക്കാൻ ഉണ്ണികൃഷ്ണ മേനോൻ അധികാരമുള്ളതാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഇത് ചതിയാണ്, ഞങ്ങൾ ഇതിന് സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഉന്നതങ്ങളിലുള്ള സ്വാധീനം കൊണ്ട് ഞാൻ ഒപ്പിച്ചെടുത്ത ഓർഡറാണിത്. ഇനി എന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാൻ വരരുതെന്ന് പറഞ്ഞേക്കേ നിങ്ങളുടെ ആ ചെങ്കച്ചേരി ചന്ദ്രപ്പനോട്. ചെങ്കച്ചേരി ചന്ദ്രപ്പൻ നിന്റെ കാല് പിടിക്കുമെന്ന് കരുതി തേച്ചു മിനുക്കിക്കൊണ്ട് നടക്കണ്ട. നിന്റെ കാല് ഒരു ചെറിയ റിക്വസ്റ്റിന് പോലും നിന്റെ അടുത്ത് ഞാൻ വരില്ല. വാജ കഴിച്ച് വെറുതെ സമയം കളയണ്ട. എല്ലാം പെറുക്കി ബാണത്തിലാക്കി ഒഴിഞ്ഞു പോകാൻ തയ്യാറായിക്കോളൂ. പോയില്ലെങ്കിൽ പോയേ പറ്റൂ മിസ്റ്റർ ചെങ്കച്ചേരി ചന്ദ്രപ്പൻ. ചേരി ഒഴിപ്പിക്കാനായി കളക്ടർ ഇഷ്യൂ ചെയ്ത ഓർഡറാണിത്. ഒഴിപ്പിക്കാതിരിക്കാനായി കോർട്ട് ഇഷ്യൂ ചെയ്തതാണ്. Sir, this is an injunction order from the appropriate court under Clause C, Rule 1, Order 39 of the Code of Civil Procedure 1908. You can verify it. നിങ്ങൾ കേന്ദ്രം മുതൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വരെ കയറി ഇറങ്ങി യാചിച്ചും കൈക്കൂലി കൊടുത്ത് നേടിയ ഈ ഓർഡറിനെതിരെ ഞാൻ കോടതിയിൽ നിന്ന് വാങ്ങിയ ഇഞ്ചക്ഷൻ ഓർഡർ. കുടിയുടെ അവകാശം കിട്ടാതിരിക്കാനായി നീ എന്താ പറഞ്ഞത്? 10 വർഷമായി കുടിയേറി പാർത്തവരെന്നോ? എടീ, ഈ സ്ഥലത്ത് ഇവരൊക്കെ താമസിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷത്തിലേറെയായി. അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഈ ചേരി ഒഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ആ കോളനി പണിതി വിറ്റ് ആൾക്കാരെ പറ്റിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കിയ നിന്റെ അച്ഛനുണ്ടല്ലോ മിസ്റ്റർ മേനോൻ. എടോ, ഒഴിയാൻ ഞങ്ങൾക്ക് മനസ്സില്ലടോ. സോറി മാഡം, നിങ്ങൾ ഏതായി ഡെഡ് ബോഡി? കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ആയി ഞാൻ. എന്നെ എന്റെ പാർട്ടിയെയും വിശ്വസിക്കുന്നവരാ ഇവിടെയുള്ള ജനങ്ങൾ. ഒരു ചളുക്ക് നേതാവ് പ്രശ്നമുള്ളടത്ത് വന്നാലേ നക്കാൻ പറ്റൂ. ഈ ചേരി ഒഴിപ്പിക്കണമെങ്കിൽ എന്റെ ശവത്തിൽ കാലുകുത്തിയാലേ നടക്കൂ 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 എന്ന് ഞാൻ ഉറക്ക പ്രഖ്യാപിക്കുന്നു. അത്രേ ഉള്ളൂ. വാ മോളെ. ആഹാ, ഒഴിപ്പിക്കും. ഇവനിട്ടൊന്ന് കൊടുത്താലോ? വേണ്ടടാ, വയറ്റിപ്പിഴപ്പല്ലേ. വയറ്റിപ്പിഴപ്പിന് വേണ്ടിയല്ല SSSന്റെ പ്രസിഡന്റ് മണിയൻ രാഷ്ട്രീയം കളിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ട മുതലാളിമാർക്ക് സഹായമായിക്കോട്ടെ എന്ന് കരുതിയ. സത്യം പറയാലോ, ആദ്യമായിട്ടാ ഇതുപോലൊരു അഴിമതിക്കാൻ കൂട്ടുനിൽക്കുന്നത്. നോണ പറയാതെ ഇതും കൂടി എടുത്ത് മോന്തിയിട്ട് കാര്യം പറ. അടിച്ചു നിരത്തണം. നടക്കാത്ത കാര്യം പറയലടോ. കോഴിക്കോട്ട് പാളയത്തിനടുത്ത് ഇതുപോലൊരു ചേരി ഉണ്ടായിരുന്നു. രാഖി രാമാനം അടിച്ചു നിരത്തിയ അതൊഴിപ്പിച്ചത്. ആൾക്കാർ മൊത്തം അവിടെ ഉള്ളപ്പോ അത് നടക്കൂ? മാറ്റണം, എല്ലാത്തിനെയും മാറ്റണം. അത് ഞാൻ ഏറ്റു. ആ സമയം നോക്കി എല്ലാം മണിയും ചെയ്തോളാം. ഇതുപോലെ മണി ഇങ്ങ് ഏൽപ്പിച്ചാ മതി. ഇയാളിത് അങ്ങോട്ടാ? ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ പോവാ ഞാൻ. ഹലോ ഹലോ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അമ്മ പെങ്ങന്മാരെ, ഇന്ന് നമ്മളിൽ ഒരാളുടെ കൈ തല്ലിയൊടിച്ചു. നാളെ നിങ്ങളിൽ ഓരോരുത്തരായി മണ്ണിൽ വീഴും. ആയതിനാൽ നിങ്ങൾ കുഞ്ഞുകുട്ടികളടക്കം എന്റെ പിന്നിൽ അണിനിരന്ന് ഈ പ്രതിഷേധ ജാഥ വൻ വിജയമാക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എന്താ മണിയാ? നമുക്ക് പിക്കറ്റ് ചെയ്യണ്ടേ? വേണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിലോ ഒരു രാഷ്ട്രീയക്കാരന്റെ വക്കാലത്ത് പിടിച്ചോ അല്ല ഈ അക്രമത്തിനെതിരെ നമ്മൾ പ്രതിഷേധിക്കുന്നു. പോലീസ് ഇടപെട്ടേക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നാലേ ഉന്നത അധികാരികൾ അറിയൂ ഈ ചേരിയിൽ കുറെ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ടെന്ന്. കരുണന്തി, പുള്ളിക്കാരന് നല്ല സുഖമില്ല, കളക്ടറേറ്റ് മാർച്ചെന്ന് കേട്ടപ്പോ പനി പിടിച്ചാണ്. ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് കൊണ്ടുപോകുന്നില്ല. പേടിച്ചകത്തിരിക്കേണ്ടത് എന്ന് പറ. എങ്ങോട്ടാ? പിക്കറ്റിങ്ങിന്. പണി കളഞ്ഞിട്ട് ഒരു പിക്കറ്റിങ്ങിനും പോകണ്ട. ഇവിടെ താമസിച്ച സൗകര്യം തന്നതിനും എനിക്ക് പണി വാങ്ങി തന്നതിനും നന്ദി കാണിക്കണ്ടേ? അവരുടെ ഏത് ആവശ്യം മുന്നിലും ഞാൻ ഉണ്ടാവണം. എന്നാ ചെല്ലേ, അവിടെ ചെന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ട് വാ. കളക്ടർ അടുത്ത കളി. പോലീസും പട്ടാളം എല്ലാത്തിനും അടിച്ചോടിക്കും. നിങ്ങളുടെ സ്വഭാവത്തിൽ നോക്കിയിരിക്കുവോ? എനിക്ക് പേടിയാ. കരുണേട്ടൻ പോകണ്ട. മനുഷ്യനെ നനങ്ങാനും സമ്മതിക്കല്ലേ?
ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ചങ്കച്ചേരി ഞങ്ങളുടെ ചങ്കിലെ ചോര ആ ചോര കുടിക്കാൻ നോക്കരുതേ കോണിക്കാരുടെ ഗുണ്ടകള് വീടുകൾ പൊളിക്കുക ചതിയ ചതി ആ പീറ്ററിന്റെ അമ്മയെ അവർ കൊല്ലും കണ്ണേട്ടൻ എന്നോടുള്ള വാക്കിനെ പാലിക്കണ്ട വാക്ക് പാലിക്കണ്ട കണ്ണേട്ട ഞാൻ പറഞ്ഞോ ഞാനിവിടെ ടിക്കറ്റ് കണ്ടിന്യൂ ചെയ്യാം താനൊന്നും കണ്ടിന്യൂ വേണ്ട ഇങ്ങോട്ട് വേണം ഇത്രയും കാണിച്ചൊപ്പിച്ചതിന് എന്ത് കിട്ടിയടാ നിനക്ക് എന്നോട് പോർക്കണം നമുക്ക് കാണേണ്ടത് ഇവനെയല്ല ഇറങ്ങടാ ഒറ്റയടിക്ക് 5 കാരണം പറഞ്ഞ് ദൂരത്തിറത്തി വീഴുന്നവനല്ല ഗുണ്ടാപ്പനെ കേൾക്കണ്ടെന്ന് പറഞ്ഞു കൊടുക്കണേ പട്ടിക്ക്. ഞങ്ങളെ ചേരി ഒഴിപ്പിക്കാനായി ഇവന്റെ പിന്നിൽ ഓശാന പാടി നടക്കുന്നവരുടെ കൂട്ടത്തിൽ ആണായി പറഞ്ഞ് തന്റെ ഇടമുള്ള ഒരുത്തരുണ്ടെങ്കിൽ വറ ഒറ്റയ്ക്ക് ഏറ്റുമുട്ടാം വറ. ഇവരൊക്കെ ചോര നീരാക്കി പണമുണ്ടാക്കിയതാണ് ആ കുടിലുകൾ. വെറും ഒരു കാറ്റടിച്ചാൽ നിലം പൊത്തുന്ന കൂരകൾ തകർക്കാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കുന്ന നാരുകളെന്ന് ഓർത്തോ. നിന്റെയൊക്കെ ഈ മണിമാളിയെ തകർക്കാൻ ഈ കൈക്കരുത്ത് മതി. എവിടെയോ തന്റെ മോള് വിളിക്കണോ അവളെ? പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. ഇവളാണോ സ്ത്രീ? എടി, മനസ്സിൽ സ്നേഹവും ദയവും കാരുണ്യവും ഒത്തുചേർന്നവളാണ് സ്ത്രീ. നിന്നെ കൊണ്ടോടി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. പാന്റ് ഷർട്ടും വലിച്ചു കയറ്റി മുന്നും മിന്നും തള്ളിച്ച് ആണും പെണ്ണും അല്ല നടന്നാ പോരാ, തന്തയ്ക്ക് പറക്കണോടി. വൃത്തികെട്ട രീതിയിൽ മറുപടി പറയാൻ
ആളില്ലാന്ന് കരുതി കൂടുതൽ ഷോ കാണിക്കല്ലേ. ആ ചേരിയോടും അവിടുത്തെ ആൾക്കാരോടും തനിക്ക് അത്ര വലിയ താല്പര്യമാണെങ്കിൽ ആ സ്ഥലം ഓസിനടിച്ചെടുക്കുന്നതല്ലടോ ആണത്വം. വിലക്കെടുക്ക്. വിൽക്കാൻ ഞങ്ങൾ തയ്യാറാ. എന്താ നാവിറങ്ങിപ്പോയോ? നാക്കിന്റെ ബലത്തിൽ മാത്രം ഷൈൻ ചെയ്യാൻ പറ്റില്ല. അല്പം കാശിന്റെ പിൻബലം കൂടി വേണം. പുറത്തു കൊടുത്താൽ 1 കോടിക്ക് മേലെ വില കിട്ടും. പക്ഷേ നീയൊന്നും അത് തരണ്ട. 50% ഡിസ്കൗണ്ട്. ഓൺലി 50 lakhs. 50 ലക്ഷം. 1 മാസത്തിനകം ഉണ്ടാവോ തരാൻ? എന്താ നേതാക്കന്മാരൊന്നും മിണ്ടാത്തെ? ഇന്നേക്ക് 30 ദിവസം തികയുന്ന കാശുമായി ഞാൻ വരും. അന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്തി തരാം. ഓ ഷുവർ. തിരിച്ചൊരു കണ്ടീഷൻ കൂടി. പണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് തന്നെ ഒഴിഞ്ഞു പോയിക്കൊള്ളണം എല്ലാവരും. സമ്മതിച്ചു. അത് നിങ്ങൾ മാത്രം പറഞ്ഞാ പോരാ, ഇവരൂടെ പറയട്ടെ. ഒന്നൊന്ന് അഡ്വാൻസ് കൊടുക്കാതെ കാലാവധി പറയുന്ന ശീലം എനിക്കില്ല. അഡ്വാൻസ് ഇസ് അഡ്വാൻസ്. ബാക്കി 49,99,999 രൂപ രജിസ്ട്രേഷന്റെ അന്ന്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നും.